സാംസ്കാരിക സാഹിത്യ മുഖം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട പാറയിൽ ഫസലു അവരുടെ 33ാമത്തെ പുസ്തകം ഇന്ന് പ്രകാശിതമാവുകയാണ്. പരിശുദ്ധമായ ബക്രീദും സ്വാതന്ത്ര്യ ദിനാഘോഷവും ഓണവും ഈ 3 ആഘോഷങ്ങളിലും പൊതുസമൂഹത്തിനകത്ത് നൽകാൻ കഴിയാവുന്ന വലിയ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗപൂർണമായിട്ടുള്ള സവിശേഷതകളുടെയും സന്ദേശം നൽകുന്ന ഒരു മെസ്സേജാണ് ഈ പുസ്തക പ്രകാശനത്തിലൂടെ സുഹൃതം എന്ന പേരിൽ പാറയിൽ ഫസലു അവതരിപ്പിക്കുന്നത്. ഇബ്രാഹിമിയൻ കാലഘട്ടം പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട് ത്യാഗപൂർണമായിട്ടുള്ള ഒരു ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്. രാജ്യത്തോടുള്ള സ്നേഹവും അതിൻ്റെ അംഗീകാരവും ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ദേശസ്നേഹത്തിൻ്റെ വിളക്കുമാടങ്ങളായി ഓരോരുത്തരും മാറേണ്ട ഒരു അനിതര സാധാരണമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അവരെയും ഒന്നുപോലെ കാണുന്ന മാവേലി തമ്പുരാൻ വിരുന്നെത്തുന്ന ഓണവും ഇത് 3ഉം കൂടി സംഗമിച്ച് തിരൂരിൻ്റെ സാംസ്കാരിക ഭൂമികക്ക് സുഹൃതം എന്ന പേരിൽ മനോഹരമായ ഒരു സ്നേഹ സമ്മാനമാണ് പാറയിൽ ഫസലു നൽകിയിട്ടുള്ളത്. ഇത് പ്രകാശനം ചെയ്യാൻ തിരഞ്ഞെടുത്ത ഇടവും വർഷങ്ങളായി പ്രിയപ്പെട്ട കമർത്താത്താൻ്റെ നേതൃത്വത്തിൽ ഈ സ്നേഹഭവനത്തിലെ അന്തേവാസികളോടൊപ്പം സ്നേഹം പങ്കിട്ട് ഈ സുന്ദരമായ ദിനത്തിൽ വളരെ വലിയ സന്തോഷത്തോടു കൂടെയാണ് ഇത് പ്രകാശിതമാക്കാനുള്ള സദസ്സു കൂടി എന്ന് പറയുന്നത് പാറയിൽ ഫസലുവിൻ്റെയും ഇതിൻ്റെ സംഘാടകരുടെയും വലിയ മനസ്സിനെയാണ് അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു സുഹൃതം പെയ്തിറങ്ങിയ ദിവസം സപ്പെട്ട സഹപ്രവർത്തകർക്കും സംഘാടകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അഡ്വാൻസായി എല്ലാവർക്കും പെരുന്നാളിൻ്റെയും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെയും ഓണത്തിൻ്റെയും ആശംസകൾ നേരാൻ ഇങ്ങനെ ഒരു അവസരം നമുക്കെല്ലാവർക്കും ഉണ്ടായി എന്നുള്ള ഒരു സുഹൃതം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഡോക്ടർ കമറിൻ സാൻവർ അവരുടെ ഭർത്താവും കൂടിയായ ഡോക്ടർ സി മുഹമ്മദ് അൻവർ ഖിറാഅത്തോടുകൂടി തുടക്കം കുറിച്ച ഈ പ്രകാശന ചടങ്ങിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ബ്ലോഗർ നൗഫൽ തിരൂർ അവർ എന്തൊക്കെയോ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കൊടുത്തു. അങ്ങനെ എന്തോ 2-3 കാര്യങ്ങൾ ചെയ്തു. ഞാൻ അതിന് ഇനി പറയുന്നില്ല. അതിനാണ് നല്ലതിലേക്ക് വന്നിട്ട് എൻ്റെ അടിമകൾ എന്താണെന്ന് അവർക്കത് കൊടുക്കാനും കാത്തു നിൽക്കുന്ന ദിവസമാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാം നല്ലതിന് വേണ്ടി ചോദിക്കാം. നമ്മുടെ നാട്ടിന് വേണ്ടി, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി ചോദിക്കാൻ നമ്മൾ പഠിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരം തന്ന പാറയിൽ ഫസലുവിനും ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് വന്നതിന്, ഇവിടെ എത്തിയതിന് നിങ്ങളോടൊക്കെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ സീനിയർ മോസ്റ്റ് പത്രപ്രവർത്തകനെ ആദ്യമായിക്കൊണ്ട് ഒരു ഈവനിങ് ഡയലി പ്രിയപ്പെട്ട ബഷീറാക്ക ഷാഫി നമ്മുടെ സുഹൃതം പ്രകാശനം ചെയ്ത ഓർമ്മപ്പെട്ട പ്രകാശനം കഴിഞ്ഞു. ഈ പെരുന്നാൾ അങ്ങോട്ട് കഴിഞ്ഞ് ഏകദേശം ഈ മാസം കഴിഞ്ഞാൽ ജൂലൈ 1-ാം തീയതി മുതൽ പുതുവത്സര സപ്ലിമെന്റിന് വേണ്ടി